എല്ലാവർക്കും ഷീനാസ് ടേസ്റ്റ് വേയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നൂഡിൽസ് വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന, ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ടൊക്കെ നമുക്കൊരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു നൂഡിൽസിൻ്റെ ഒരു ഡിഷാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നൂഡിൽസ് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഏത് നൂഡിൽസാണോ അത് നമുക്കെടുക്കാം. മാഗി ആണെങ്കിൽ അതെടുക്കാം. ഇപ്പോൾ ഞാൻ ഇൻഡോമി നൂഡിൽസാണ് എടുക്കുന്നത്, അതിൻ്റെ 2 പാക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് 2 മുട്ടയാണ് വേണ്ടത്. അതിൻ്റെ വെള്ള പോർഷനും യോക്കും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം എടുക്കാനായിട്ട്. നമുക്ക് വെള്ള പോർഷൻ നമ്മൾ നൂഡിൽസിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യും. യെല്ലോ നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളത് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ പൊട്ടിപ്പോവാതെ സൂക്ഷിച്ച് സെപ്പറേറ്റ് ആക്കി 2 മുട്ട. നമുക്ക് 2 മുട്ട കൂടുതൽ ഉണ്ടാക്കുന്നെങ്കിൽ അതനുസരിച്ച് എടുക്കുക. ഇപ്പോൾ ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ യെല്ലോ പോർഷനും വൈറ്റും സെപ്പറേറ്റ് ആക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ നൂഡിൽസ് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്കതിന് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് നോർമൽ ചെയ്യുന്ന പോലെ തന്നെ ഇച്ചിരി തണുത്ത വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമ്മളത് ഒട്ടിപ്പിടിക്കാതെ സെപ്പറേറ്റ് ആക്കി കിട്ടും. അപ്പോൾ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ നൂഡിൽസ് നന്നായി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ 2-3 പച്ചമുളക്, ഒരു പകുതി കാപ്സിക്കം, ഒരു പകുതി സവാള, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു തക്കാളി, ഇത്രയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തു. പിന്നെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്. അതൊന്ന് നല്ല തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മുട്ടയുടെ വെള്ള പോർഷനും കൂടെ എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്യണം. അതിനകത്തോട്ട് നമുക്ക് ഈ മാഗിയുടെ കൂടെ തന്നെ കിട്ടുന്നത്, അല്ലെങ്കിൽ നൂഡിൽസിൻ്റെ ഏത് നൂഡിൽസാണോ അതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു പൗഡർ ഉണ്ടാവുമല്ലോ, അതും കൂടെ ആ പൗഡറും കൂടെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് വേണം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. എല്ലാത്തിനും എനിക്കൊന്ന് 2 ഫ്ലേവർ ആയിരിക്കും കാണുന്നത്. അപ്പോൾ അതും കൂടെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് എടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ തയ്യാറാക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസിൻ്റെ ഒരു ഹാഫ് പോർഷനാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. നമുക്കത് ഇതിനകത്തോട്ടൊന്ന് മാറ്റിയതിന് ശേഷം കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ തവി വെച്ചിട്ടോ ആണെങ്കിലും നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് അതിന് നടുക്ക് ഒരു ചെറിയ സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന എഗ്ഗിൻ്റെ യോക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പേസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിനകത്തോട്ട് ഈ യോക്കും കൂടെ വെച്ച് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട്, ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അതിൻ്റെ ഒരു കുറച്ച് ഒന്ന് അടി വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും മറ്റേ വശം വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലാണ് വയ്ക്കുന്നത്. ഒരു വശം വേവാനായിട്ട് ഒരു 10 മിനിറ്റ് വേണ്ടി വരും. അപ്പം അതിട്ട് ശേഷം നമുക്ക് ഓപ്പോസിറ്റ് സൈഡും കൂടെ അത് മുറിഞ്ഞു പോവാതെ, ഇപ്പോൾ ഇച്ചിരി മുറിഞ്ഞു പോയിട്ടുണ്ട് ഇതെടുത്തപ്പം. അപ്പം നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, കമൻറ്റുകൾ പറയുക. ഓക്കെ, താങ്ക് യു.